ഹലോ ഗൈസ്, അനന്തപുരിയിൽ അനാമിക സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സോഫയിൽ കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അനാമികയുടെ മുന്നിലൂടെ അലക്കാനുള്ള ഡ്രസ്സുമായിട്ട് നയന പോവുകയാണ്. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, അതെ ഒന്ന് നിന്നേ. എന്താ മോളെ? അതെ, മീനാക്ഷി ചേച്ചി വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായാലോ. റൂമിലാണെങ്കിൽ നല്ല പൊടിയാ, എനിക്കാണെങ്കിൽ പൊടി അലർജിയാ. അയ്യോ, അതിന് മീനാക്ഷി എടുത്തിന് ഒരാഴ്ച കഴിഞ്ഞേ വരൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതാണല്ലോ. ആര് പറഞ്ഞു? എന്റെ റൂം ക്ലീൻ ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. തൊടുന്നിടത്തൊക്കെ പൊടിയാ. അപ്പോ ഇനി എന്താ ചെയ്യാ? അതിനൊരു മാർഗമുണ്ട്. നിങ്ങളിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ റൂം ഒന്ന് ക്ലീൻ ചെയ്തിടോ. അത് വെറുതെ വേണ്ട, ഞാൻ എന്തെങ്കിലും തരാം. ഇനിയിപ്പോൾ വെറുതെ പണിയെടുക്കുന്നതുകൊണ്ട് ഒരു മടി വേണ്ട. അയ്യോ, അനാമിക എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അനാമികയുടെ മുറി വൃത്തിയാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ മുറി ഞാൻ തന്നെ ക്ലീൻ ചെയ്യാറ്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊടി അലർജിയാ. പൊടി എല്ലാവർക്കും അലർജി തന്നെയാ. അതെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യ്, ഇല്ലെങ്കിൽ ഞാനത് വല്യമ്മയോട് പറഞ്ഞോളാം. ഓ, അമ്മയുടെ അടുത്ത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ, എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങളോട് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് വല്യമ്മ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ട് നയനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ മറുത്ത് നയൻ ഒന്നും പറയുന്നില്ല, വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോഴാണ് അതേസമയം അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. ആഹാ, ഇവളിപ്പോഴേ നെഗത്തിമ തന്നെയാണോ? ഇതിന് മാത്രം എന്താണാവോ ആ നെഗത്തിമ കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്കെന്താ? ഞാൻ എന്റെ ഭർത്താവിന്റെ ചെലവിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. അതിന് വലിഞ്ഞേറി വന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണുന്നത് പോലും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമായിരിക്കും. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമികെ, നീ അത്ര ഞങ്ങളെ താഴ്ത്തിക്കെട്ടൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെടാറുമില്ല. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ദേ നയനെ, ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവളോട് പറയുന്നതും കല്ലിനോട് പറയുന്നതും ഒരുപോലെയാ. ദേ, ഏട്ടത്തിമാരാണെന്നൊന്നും ഞാൻ നോക്കില്ല. അപ്പൊ നവ്യ അറിയുന്നുണ്ട്, ഓഹോ, നീ എന്ത് ചെയ്യടി? അടിക്കോ അതോ വേറെന്തെങ്കിലും ചെയ്യോ? ചേച്ചി വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നതിനെ. ഏത് സമയം ഓരോ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി മാറി നിന്നിട്ടാ ഇവള് നമ്മളുടെ തലയിൽ കയറി നിരങ്ങുന്നത്. അപ്പോഴാണ് ദേവ്യാനെ അതിലൂടെ പോകുന്നത്. ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ ദേവ്യാനയ്ക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ദേവ്യാനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ മോളെ, എന്താ പണി? എന്താ നിങ്ങൾ ഇങ്ങോട്ട് മാറി എന്ന് സംസാരിക്കുന്നേ? വല്യമ്മയുടെ മരുമകൾക്ക് ഏത് സമയം എന്നെ ഇരു വഴക്കുണ്ടാക്കുന്ന പണിയാ. കൂടെ ഇത് എപ്പോഴും ഇവരും കാണും. എന്താ നയനെ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പൊ നവ്യ ചെറിയ സ്വരത്തില് നയനയുടെ ചെവിയുടെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേ, ഉള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. കുറച്ച് കൂട്ടി പറഞ്ഞു കൊടുത്ത വെച്ച് കുഴപ്പമൊന്നുമില്ല. നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. വെറുതെ അവളെ രക്ഷിക്കാൻ നിൽക്കണ്ട. അവസാനം നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്നേക്കാൾ ഇഷ്ടം അവളോടായിരിക്കും. അപ്പൊ നയനയ്ക്ക് തോന്നുന്നു കേട്ടോ അത് ശരിയാണെന്ന്. അങ്ങനെ നയന പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഇതിലൂടെ അലക്കാനുള്ള ഡ്രസ്സുമായിട്ട് പോവുമായിരുന്നു. അപ്പോഴാ എന്നെ അനാമിക പിടിച്ചു നിർത്തിയത്. ഇവളുടെ മുറി ഞാൻ വൃത്തിയാക്കി കൊടുക്കണമെന്ന്. വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മയോട് പറഞ്ഞ് അവൾ ചെയ്യിപ്പിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ടോണ്ട് ജാനകി അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അനാമികമളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്തെന്ന് കരുതി നിന്റെ കയ്യിൽ വള ഊരി പോകുവോ? അപ്പൊ നയന പറയുന്നുണ്ട്, എന്തിനാ ആ റൂം ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും കാണാതായ അതെന്റെ തലയിലേക്ക് ഇടാനോ? ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്കും നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അന്ന് നടന്ന തന്നെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അനാമികയുടെ സ്വർണം ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയത്. ഇനിയിപ്പോ ഞാൻ ഇവളുടെ മുറിയിൽ കയറി അവിടുന്ന് എന്തെങ്കിലും കാണാതായിട്ട് അതിനും എന്റെ പേര് പറയാൻ. അതിന് നിന്നോട് മുറി ക്ലീൻ ചെയ്യാൻ മാത്രമല്ലേ പറഞ്ഞത്? അവിടെ കാണുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അതെടുത്തില്ലെങ്കിൽ പിന്നെ അത് കാണാതാകില്ലല്ലോ. നിന്റെ കയ്യിലുള്ളതൊക്കെ പിന്നെ അലക്കാം. അത് പറ്റില്ല, ഇത് ആദർശേട്ടന്റെ ഡ്രസ്സാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെന്താ അവന്റെ ഡ്രസ്സിന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് ദേവ്യാനിക്ക് ദേഷ്യം വരാട്ടോ. ജാനകി, നിന്റെ മരുമകൾക്ക് പൊടി അലർജി ആണെങ്കിൽ പിന്നെ നീ അത് ചെയ്തു കൊടുക്ക്. അവളിപ്പോ ആദർശിന്റെ ഡ്രസ്സ് അലക്കാൻ പോവാണ്. ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പൊടി അലർജി തന്നെയാ. എന്നിട്ടും സ്വന്തം മുറി അവനവൻ തന്നെയല്ലേ വൃത്തിയാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മീനാക്ഷി വന്നപ്പോ മോളുടെ മുറിയൊക്കെ ക്ലീൻ ചെയ്തതാണല്ലോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അമ്മായിക്ക് ഇത് മനസ്സിലായില്ലേ? അവക്ക് നയനയെ കൊണ്ട് പണിയെടുപ്പിക്കണം. അത് മാത്രം അവളുടെ ലക്ഷ്യം. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എടി നിർത്തടി. നിനക്കും നിന്റെ ചേച്ചിക്കൊക്കെ അനാമിക മോളുടെ പാദസേവ ചെയ്ത് ശിഷ്ടകാലം ഇവിടെ ജീവിക്കാം. അങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാലേ നിനക്കൊക്കെ നല്ലതാ. ഏട്ടത്തി എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? ഏട്ടത്തിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ഒരു താല്പര്യമില്ല. പഴയ പോലത്തെ ഇഷ്ടമൊന്നുമില്ല. അനാമിക, അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷെ നീതികേട് കണ്ട ഞാൻ അവിടെ സംസാരിക്കും. ആദർശ് അതേസമയം തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പൊ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദർശേട്ടന്റെ ഭാര്യയെ കൊണ്ടേ ദേ ഈ നിൽക്കുന്ന അനാമികയുടെ മുറി മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കണമെന്ന്. അനാമികക്ക് പൊടി അലർജിയാണത്രേ. ആഹാ, ആ വിദ്യ കൊള്ളാലോ. ദേ, ഞാൻ പലതവണ അനാമികയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യ നിന്റെ വേലക്കാരിയല്ലെന്ന്. നീ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവാനാ ഉദ്ദേശമെങ്കിൽ ഒരുപാട് കാലമൊന്നും ഇവിടെ വാഴും തോന്നുന്നില്ല. അനാമികെ, നീ ഒന്നോർത്താ നല്ലതാ. അനി നിന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അനിയുടെ ജാതകത്തിൽ 2 വിവാഹം പറഞ്ഞിട്ടുണ്ട്. അതില്ലാതാക്കാൻ നോക്കേണ്ടത് അനാമികയുടെ മാത്രം റിസ്കാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഡാ, എന്താണ് നീ പറഞ്ഞത്? ആ പുരോഹിതനെ പറഞ്ഞത് മുഴുവൻ തെറ്റാ. അത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതേ നിന്റെ ഭാര്യയുടെ കാര്യത്തിലാ.
എന്റെ ഭാര്യ നിങ്ങൾക്കൊക്കെ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ കണ്ണിലൂടെ ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവളുടെ കൂടെ കാണും. അപ്പൊ അനാമിക പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ഒരു പെരും കള്ളിയാ. അതെനിക്ക് എവിടെ പറയുന്നതിലും ഒരു മടിയില്ല. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാന്നുള്ളതാ നിങ്ങളുടെ ഭാര്യയുടെ ജോലി തന്നെ. ഇതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ തരില്ല. കാരണം നിന്നെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആഹാ, കൊള്ളാലോ, ഏട്ടനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന നയന. എല്ലാം തലയണ മന്ത്രത്തിന്റെ ഫലമായിരിക്കും. അനാമികെ, ദേവ്യാനായിട്ട് ഇത് പറയുന്നത് ആരുടെ മുന്നിൽ വെച്ച് എപ്പ എങ്ങനെ എന്ത് പറയണമെന്ന് നിനക്കൊരു ബോധവുമില്ലേ? നിന്നോട് പറയണമെന്ന് വെച്ചിരുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഞാൻ നിന്നോടത് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ കൈ പിടിച്ച് കയറ്റി കൊണ്ടുവന്നത് ഞങ്ങളായതുകൊണ്ട്. എപ്പോഴും നീ നിന്റെ നാക്കിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നാവിനെല്ലില്ലെന്ന് കരുതി ആളുകളുടെ മുന്നിൽ വെച്ച് എന്തും വിളിച്ചു പറയുന്നത് കരുതരുത്. ഈ നിൽക്കുന്ന ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ എന്തൊക്കെ വേണ്ടാത്രോ ഈ പറയുന്നത്? വല്യമ്മേ, ഞാൻ മിണ്ടരുത്, മിണ്ടി പോരുത് നീ. ഇതിനൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. നയനെ, നീ ആദർശിന്റെ ഒപ്പം പോ. വെറുതെ ഇനിയൊരു പ്രശ്നം വേണ്ട. നവ്യേ, ഇവിടുന്ന് പൊക്കോ. അനാമികെ, എല്ലാവരും പോയി. എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏട്ടത്തി, ജാനകി, നീ ഇവിടുന്ന് പോവണം. നിന്റെ മരുമകള് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം കൊണ്ടും നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ അനാമിക ചെയ്യുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണം. ഇല്ലെങ്കിൽ നയനയുടെ നവ്യയുടെ മുന്നിൽ നമ്മൾ കൊച്ചായി പോകത്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടിപൊളി ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അതിനുശേഷം അനാമിക നയനയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നയനയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് അനാമിക. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ദേവ്യാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ദേവ്യാനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ആ സ്പോട്ടിൽ തന്നെ ദേവ്യാനി അനാമികയുടെ കവളത്തൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് വരുന്നത്. ആ എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഗൈസ്.